നമസ്കാരം. കേരള വിഷനിലേക്ക് സ്വാഗതം. കഠിനാധ്വാനവും ആത്മവിശ്വാസവും പരിശ്രമവും ഉണ്ടെങ്കിൽ ആർക്കും തന്റെ സ്വപ്നത്തിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്താം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഐമാൻ മുഹമ്മദ്. ഇക്കഴിഞ്ഞ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 100% വിജയം നേടി എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കുകയാണ്. കുവൈറ്റിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ കെയ്ത്താനിലെ വിദ്യാർത്ഥിയാണ് ഐമാൻ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഐമാൻ മുഹമ്മദിന് കേരള വിഷനിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ഈ ഒരു വിജയത്തിൽ എന്തായിരുന്നു ഒരു പ്രതികരണം? ശരിക്കും പറഞ്ഞാൽ ഞാനല്ലായിരുന്നു ആദ്യം അറിഞ്ഞത് മാർക്ക്. എൻ്റെ മദറായിരുന്നു. റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എല്ലാ സബ്ജക്റ്റിനും ഫുൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ബിക്കോസ് സയൻസിനകത്ത് എനിക്കൊരു മിസ്റ്റേക്ക് വന്നെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഏതോ ഒരു മാർക്ക് ചിലപ്പോൾ 1-2 മാർക്ക് പോയിരിക്കും വിചാരിച്ചു. പക്ഷേ ഫുള്ളായി വന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഹാപ്പി മൂമെന്റ് ആയിരുന്നു അത്. അത്രയും ഹാപ്പി ആയിട്ടുള്ള മൂമെന്റ് എനിക്ക് ഇതുവരെ ജീവിതത്തിൽ ഇത്രയും ഹാപ്പിനെസ് തോന്നിയിട്ടില്ലായിരുന്നു. ഈ ഒരു വിജയത്തിലെത്താൻ ഐമാൻ സ്വീകരിച്ച ഒരു പഠന രീതി എന്തായിരുന്നു? 10ാം ക്ലാസ് ആദ്യം തുടങ്ങിയപ്പം ആദ്യത്തെ 2 മാസം നല്ല റാപ്പിഡ്ലി സ്പീഡിൽ പോർഷൻസ് എല്ലാം കവർ ചെയ്തു. ഇതെല്ലാം എനിക്ക് നന്നായിട്ട് ചെയ്യണം, ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം എന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 2-3 മാസം ഇച്ചിരി ലാഗായി. പക്ഷേ പിന്നെ അത് ഞാൻ ക്യാച്ചപ്പ് ചെയ്തു. വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പം എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിച്ചു. എല്ലാ ദിവസവും 1 മണിക്കൂർ ഇത് മാത്സ് ചെയ്യുമായിരുന്നു. ഏകദേശം ഒരു 6-7 മണിക്കൂർ പഠിക്കുമായിരുന്നു സാധാരണ സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ട്. പിന്നെ ട്യൂഷനായിട്ട് സെപ്പറേറ്റ് ഒന്നും ഇല്ലായിരുന്നു. ആകെ ഫ്രഞ്ച് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് മാത്രം ട്യൂഷന് പോകുമായിരുന്നു. പിന്നെ അവസാനത്തെ 2-3 മാസം ഫുള്ളി ലോക്ക് ഇൻ ചെയ്തിട്ട് എല്ലാ സബ്ജക്ട്സും എല്ലാ ദിവസവും 2-3 മണിക്കൂർ വീതം പഠിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലാസ്റ്റ് 5 ഇയേഴ്സിന്റെ ഒക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരുന്നു. അതിനെ പ്രിപ്പയർ ചെയ്ത്. സാധാരണ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്നത് അവർക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ കുറച്ച് വീക്ക് ആവാറുണ്ട്. അങ്ങനെ ഐമാൻ ഏതെങ്കിലും ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു, ആ സബ്ജക്ട് എങ്ങനെ കവർ ചെയ്തു? പക്ഷേ ഇംഗ്ലീഷിനായിരുന്നു എനിക്ക് മാർക്ക് പോകാറ് സാധാരണ. എക്സാം എഴുതുമ്പോൾ ചില സമയത്ത് ലിറ്ററേച്ചറിനും ഗ്രാമറിനൊക്കെ ചിലപ്പോൾ മാർക്ക് പോകാറുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി എക്സ്ട്രാ അഡീഷണൽ ടൈം ഇരുന്ന് പഠിച്ചു. പിന്നെ ക്വസ്റ്റൻ ആൻസർ എല്ലാം ഡീപ്പായിട്ട് ഇരുന്ന് കവർ ചെയ്തു, ഗൈഡ് റെഫർ ചെയ്തു, ഇംഗ്ലീഷ് എക്സാം എഴുതി. അപ്പോൾ അത് കുഴപ്പമില്ലാതെ എനിക്ക് എഴുതാൻ പറ്റി. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ട്രെൻഡാണല്ലോ ഈ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ളത്, ഈ മൊബൈൽ. അപ്പോൾ അത് എത്രത്തോളം ഐമാനെ ബാധിച്ചിട്ടുണ്ട്? സോഷ്യൽ മീഡിയ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു 10 തുടങ്ങി ഒരു 6-7 മാസം ഉണ്ടായിരുന്നു. പിന്നെ അവസാനത്തെ 2 മാസം ആയപ്പം ഒരു ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞ് 2 മാസത്തേക്ക് വേണ്ടി എക്സാം കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞ്. ഇൻസ്റ്റാഗ്രാം ഏകദേശം 1-1.5 അല്ലെ 2 മണിക്കൂർ എല്ലാ ദിവസവും ചിലവഴിച്ചിരുന്നു ഞാൻ. പക്ഷെ ആ 2 മാസം ഞാൻ അത് ഡീആക്ടിവേറ്റ് ചെയ്തു, പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം ഡീആക്ടിവേറ്റ് ചെയ്തപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാക്കി പഠന രീതിയിൽ. പിന്നെ ഈ പഠനമല്ലാതെ ഐമാന്റെ വേറെയുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഈ UKG ഫസ്റ്റ് മുതലൊക്കെ ഈ എലക്യൂഷൻ അങ്ങനത്തെ കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ട്. പിന്നെ ഒരു 4th 5th ആയപ്പം ക്വിസ് കോമ്പറ്റീഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഡിബേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 2 വർഷമായിട്ട് MUN പ്രോഗ്രാംസിന് പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഡിങ് എക്സിബിഷൻസ് അങ്ങനെ പല കോമ്പറ്റീഷൻസിലും ഇവന്റ്സിലും ഞാൻ ആക്റ്റീവായിരുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. 7-8 വർഷമായിട്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ ഒരു വിജയത്തിന്റെ പ്രതീകങ്ങളാണ് ഇവിടെ നമ്മൾ പിന്നിൽ കാണുന്നത് അല്ലെ. ഒരുപാട് സമ്മാനങ്ങൾ വാരി കൂട്ടിയിട്ടുണ്ട് ഐമാൻ. ഈ ഒരു വിജയത്തിന്റെ, അതായത് ഈ ഒരു സക്സസ് പിന്നിലുള്ള മോട്ടിവേഷൻ അതാരൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ്? ഞാൻ LKG മുതൽ പഠിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ കുവൈറ്റ് ഖെയ്ത്താൻ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു. അപ്പം അവിടുത്തെ ടീച്ചർമാർ സ്വന്തം മോനെ പോലെ കരുതുന്ന കുറേ ടീച്ചർമാരുണ്ട്. ഫോർ എക്സാമ്പിൾ മഞ്ജു മാം, സൈന മാം, ഷബാന മാം, സവിത മാമിൻ്റെ ക്ലാസ് ടീച്ചർ, 10ാം ക്ലാസ് ക്ലാസ് ടീച്ചർ സവിത മാം. ഇവരെല്ലാവരും കോൺസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും വിളിച്ച് മോനെ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ തെറ്റിച്ചോ, എങ്ങനെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ. അപ്പോൾ അവരെപ്പോഴും ഒരു നല്ല സപ്പോർട്ട്, നല്ലൊരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ എൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എൻ്റെ പേര് സുഹൈൽ. അവന് 99.2% കിട്ടിയായിരുന്നു ഈ എക്സാമിന്. അവനൊരു കോൺസ്റ്റന്റ് മോട്ടിവേഷൻ, നമ്മുടെ രണ്ടുപേരും എപ്പോഴും സംസാരിക്കാറുണ്ട്. പിന്നെ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ്, അവരും നല്ല ഹെൽപ്പായിരുന്നു. സ്കൂളിന്റെ ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട്. പിന്നെ പ്രിൻസിപ്പൽ സാറും വൈസ് പ്രിൻസിപ്പൽ, നമ്മുടെ ഫ്രണ്ട്സിനോടും ടീച്ചർമാരോടും പ്രിൻസിപ്പൽ സാറോടും അവരെല്ലായിടത്തും ഒരു ഗ്രേറ്റ്ഫുൾനെസ് എനിക്ക് തോന്നുന്നു. പിന്നെ എൻ്റെ മാതാപിതാക്കൾ, അവരും കോൺസ്റ്റന്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. മദർ പഠിച്ച സ്കൂളിൽ 10ാം ക്ലാസ് ടോപ്പായിരുന്നു. അപ്പം മദർ കോൺസ്റ്റന്റ്ലി പുഷ് ചെയ്യുന്നു. പുഷ് എന്ന് വെച്ചാൽ അത് ഫ്രണ്ട്ലി രീതിയിൽ പഠിക്കുക, ഡീവിയേറ്റ് ആവുകയാണെങ്കിൽ ഒരു പഠന രീതി പറഞ്ഞു. ഞാൻ എപ്പോഴും ടൈം ടേബിൾ ഉണ്ടാക്കും. പക്ഷേ അവസാനം വന്നിട്ട് എൻ്റെ ടൈം ടേബിൾ കൊളാകും മദറാണ് വന്നിട്ട് അടുത്ത ടൈം ടേബിൾ പറഞ്ഞു തരുന്നതും. അത് ഞാൻ ഫോളോ ചെയ്യും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. വിജയം അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതെ തന്നെ. അങ്ങനെ ഈ പഠന രീതിയും അല്ലെങ്കിൽ ഈ സബ്ജക്റ്റുകളും ഒരു
ഒരു ഭാരമായി തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈസി മെത്തേഡായിരുന്നു? ഇല്ല, അത് അത്ര ഭാരമായി തോന്നിയില്ല. അത് അത്യാവശ്യം എളുപ്പമാണ്. ഇപ്പം 11 ഇച്ചിരി കൂടി ടഫ് ആയിരിക്കും, പക്ഷെ എന്നാലും അത് അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കുവാണെങ്കിൽ അത് എളുപ്പമാണ്. അത് എനിക്ക് പഠിക്കണം എന്നുള്ള ബോധത്തിൽ എടുക്കുവാണെങ്കിൽ ഏത് സബ്ജക്റ്റ് എടുത്താലും അത് എളുപ്പമാണ്. ഇപ്പൊ എല്ലാവർക്കും പഠിക്കുന്ന എല്ലാവർക്കും ഒരു ഫ്യൂച്ചർ ഉണ്ടാവില്ല അല്ലേ, ഇന്നതാകണം എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവില്ല. ഐമാന്റെ ഒരു ലക്ഷ്യം എന്താണ്? എനിക്ക് കോഡിങ് ഇഷ്ടമാണ്. അതേപോലെ കോഡിങ് സർക്യൂട്ട് പ്രോജക്ട്സും അതൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഏവിയേഷൻ ഫീൽഡ്, എയറോസ്പേസ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അതും എനിക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പം ഇപ്പം എക്സാക്റ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷേ ഇനി വരും വർഷങ്ങൾ ഫിക്സ് ചെയ്യും. ഇനിയിപ്പോൾ ഈ ഒരു വിജയം കൈവരിച്ച ഐമാന് വരാൻ പോകുന്ന, അതായത് നിങ്ങളുടെ ഒരു പിന്തുടർച്ചയിൽ വരുന്ന കുട്ടികൾക്ക്, ഇപ്പം 9th 8th ഉള്ള കുട്ടികൾക്ക്, അവരോട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, അത് കൺസിസ്റ്റൻസി പാലിക്കലാണ്. നമ്മൾ NCERT മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ ഗൈഡ്സും ഇപ്പോൾ ഈ കൂടുതൽ ക്വസ്റ്റ്യൻസ് കവറിലാണ് മെയിൻ പോയിന്റ്. പ്രാക്ടീസും ടൈമും കൺസിസ്റ്റൻസിയും വെച്ച് നമുക്ക് ഇതെല്ലാം നേടിയെടുക്കാവുന്നേ ഉള്ളൂ. ഇത് അച്ചീവബിൾ ആണ്. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ, ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി പോസിബിൾ ഫോർ എനിവൺ ഹൂ ഇസ് അറ്റംപ്റ്റിംഗ് ടു aim and get a very good result in 10th board exams. സാധാരണ നമ്മൾ ഏതൊരു എക്സാമിനെയും നേരിടാൻ പോകുമ്പോൾ നമ്മൾ ഉള്ളിലൊരു ഭയം ഉണ്ടാവാറുണ്ട് അല്ലേ, അത് ആർക്കായാലും ഉണ്ടാവും. ഏതൊന്നിനും നമ്മൾ നേരിടാൻ പോകുമ്പോൾ എത്ര പ്രിപ്പയർ ആയി കഴിഞ്ഞാലും അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഭയത്തെ ഐമാൻ എങ്ങനെയാണ് നേരിട്ടത്? സത്യം പറഞ്ഞാൽ അത് സത്യമാണ്. എക്സാം തുടങ്ങുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഒരു ഷെവറിങ്ങും വരയ്ക്കലൊക്കെ വരും, പേന എടുത്ത്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് കയ്യിലേക്ക് വരും, ക്വസ്റ്റ്യൻ പേപ്പർ 2 മിനിറ്റ് ഒന്ന് മറിച്ച് നോക്കും, അപ്പോൾ നമുക്കറിയാം നമുക്ക് എത്ര കിട്ടാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഈസിയാണ്. പിന്നെ പേപ്പർ കിട്ടും, 2 മിനിറ്റ് ഞാനത് വായിച്ചു നോക്കും. പിന്നെ എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് പേടിക്കണ്ട, അത് തെറ്റാണെങ്കിൽ തെറ്റാകട്ടെ, ഇനി ഒരു അവസരം വരും അത് കറക്റ്റ് ചെയ്യാൻ. അപ്പോൾ മാക്സിമം മാർക്സ് അതിൽ നിന്ന് നേടാൻ പറ്റുന്നത് എത്രയാണോ അത് നേടുക, പോകുന്നത് പോകട്ടെ എന്ന് വെച്ച് ചിന്തിക്കുക. ബിക്കോസ് എനിക്കിത് തെറ്റെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുവാണെങ്കിൽ ബാക്കി എക്സാം ഫുള്ള് നഷ്ടപ്പെടുത്തിയുള്ളൂ. അപ്പം അതിനേക്കാളും ബെറ്റർ അതവിടെ വെക്കുക, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം റിസൾട്ട് എത്ര ഏൺ ചെയ്യാൻ പറ്റും അത് നമ്മൾ കൺമുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഏത് എക്സാം എഴുതുകയാണെങ്കിലും. ഇന്നത്തെ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന വലിയൊരു വിപത്താണ് മയക്കുമരുന്ന് എന്നുള്ളത്. ആ ഒരു ചിന്താഗതിയെ ഐമാൻ എങ്ങനെ നോക്കി കാണും? നമ്മൾ ഈ പറയുന്ന മയക്കുമരുന്ന്, സോഷ്യൽ മീഡിയ എല്ലാം അഡിക്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഡീവേറ്റ് ചെയ്യാൻ നോക്കണം. ഒന്നെങ്കിൽ ബുക്ക് വായന, അല്ലെങ്കിൽ ക്വിസുകൾ കാണുക, കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യുക, അല്ലെങ്കിൽ പുറത്തുപോയി കളിക്കുക. എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് തിരിച്ചെത്താനുള്ള ബോധം വേണം. നമ്മുടെ ചോദ്യത്തിന് ഐമാൻ്റെ ഉത്തരങ്ങൾ ശക്തമാണ്. കൃത്യമായും വ്യക്തമായും ഒരു മുൻധാരണയോടുകൂടി തന്നെയാണ് ഐമാൻ മുന്നോട്ട് പോകുന്നത്. തൻ്റെ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കരുത്തും ഐമാൻ നിലനിർന്നിട്ട് ഇനിയുള്ള ഒരുപാട് വിജയങ്ങൾ ഐമാനെ തേടിയെത്തട്ടെ. കേരള വിഷന് വേണ്ടി കുവൈത്തിൽ നിന്നും ക്യാമറമാൻ അദ്വൈതിനോടൊപ്പം IV സുനേഷ്, വെങ്ങര.